ഓം നമഃശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജാതകത്തിലെ ഗ്രഹനിലയിൽ സൂര്യൻ വ്യത്യസ്ത ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ജാതകന് അനുഭവമാകുന്ന ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒരു ജാതകം കയ്യിലുണ്ടെങ്കിൽ അഥവാ ഒരു ഗ്രഹനില കയ്യിൽ ഉണ്ടെങ്കിൽ ആ ജാതകന് സൂര്യൻ നൽകുന്ന ഫലങ്ങൾ എന്തൊക്കെയാകും എന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. അതിനെ സംബന്ധിച്ചുള്ള പ്രാഥമിക പാഠങ്ങളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത്. ജ്യോതിഷ വിഷയങ്ങളുടെ അടിസ്ഥാന വിവരങ്ങളെ അറിയുവാൻ താൽപ്പര്യമുള്ള ഏതൊരാൾക്കും ഈ വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ആശംസിക്കുന്നു. ആദ്യമായി ജാതകത്തിലെ ഗ്രഹനിലയിൽ ല എന്ന് അടയാളപ്പെടുത്തിയ രാശിയാണ് ഒന്നാം ഭാവം അഥവാ ലഗ്നഭാവം. ലഗ്നഭാവം തൊട്ട് 12 രാശികളാണ് അഥവാ 12 ഭാവങ്ങളാണ് ഒരു രാശി ചക്രത്തിൽ അടയാളപ്പെടുത്തുന്നത്. ഒന്നാം ഭാവം മുതൽ 12ാം ഭാവം വരെ 12 ഭാവങ്ങൾ. ലഗ്നഭാവം ഒന്നാം ഭാവമാണെന്ന് സൂചിപ്പിച്ചു. ഈ ഒന്നാം ഭാവത്തിലാണ് ജാതകത്തിലെ ഗ്രഹനിലയിൽ സൂര്യൻ നിൽക്കുന്നത് എന്ന് സങ്കൽപ്പിച്ചാൽ അപ്പോൾ ലഗ്നഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു എന്ന് പറയും. സൂര്യന്റെ മറ്റൊരു പര്യായ പദമാണ് രവി. രവി എന്ന വാക്കിന്റെ ആദ്യ അക്ഷരമായ രാ എന്ന അക്ഷരമാണ് ജ്യോതിഷത്തിൽ സൂര്യനെ സൂചിപ്പിക്കുന്ന അക്ഷരം. ജാതകത്തിലെ ഗ്രഹനിലയിൽ രാ എന്ന അക്ഷരത്തെ ലഗ്നഭാവത്തിൽ അഥവാ ഒന്നാം ഭാവത്തിൽ സൂചിപ്പിച്ചാൽ ഫലങ്ങളായി വരുന്നത് തലമുടി കുറഞ്ഞവനായും പ്രവൃത്തികളിൽ മടി ഉണ്ടാകുകയും കോപം ഉള്ളവനും അഭിമാനബോധവും ഔന്നത്യവും ഉള്ളവനും വണ്ണം കുറഞ്ഞ് പൊക്കം കൂടിയ ശരീരപ്രകൃതിയും ദേശസഞ്ചാരിയും ശൂരനും ക്ഷമയും ഭയവും ഇല്ലാത്തവനും പിത്തരോഗിയും ആയിരിക്കും. ഇതാണ് ലഗ്നത്തിൽ രവി നിന്നാൽ ഉള്ള ലക്ഷണങ്ങൾ. അടുത്തത് ലഗ്നം തൊട്ട് അടുത്ത ഭാവത്തിൽ അതായത് 2ാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ ധനവും വിനയവും വിദ്യയും ഇല്ലാത്തവനാകും. ഭാര്യ നിമിത്തമായി കുടുംബത്തിൽ കലഹമുണ്ടാകും. സർക്കാരിന്റെ ധനം ലഭിക്കുന്നവനും സർക്കാർ മുഖാന്തരമായി ദ്രവ്യനാശത്തിന് ഇടവരുന്നവനും ആയിരിക്കും. ശത്രുക്കളെ സ്നേഹിക്കുന്നവനും ഭയശീലം ഉള്ളവനും മുഖത്തോ പല്ലിനോ എന്തെങ്കിലും രോഗം ഉള്ളവനും ആയിരിക്കും. ഇതാണ് 2ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ. അടുത്തത് 3ാമത് രാശിയിൽ അതായത് 3ാം ഭാവത്തിൽ രാ എന്ന അക്ഷരം കണ്ടാൽ അതായത് സൂര്യൻ നിന്നാൽ നാൽക്കാലി സമ്പത്തിന് ഉടമയായും വിദ്വത്വം, ത്യാഗശീലം, സുഖം, സൗന്ദര്യം, ഉത്സാഹം, പരാക്രമം, ബലം, ഐശ്വര്യം എന്നീ ഗുണങ്ങളോട് കൂടിയും എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്നവരും ശത്രുക്കളെ ജയിക്കുന്നവനും ആയിരിക്കും. സഹോദരന് നാശമുണ്ടാകുന്നതിനും സൂര്യന്റെ 3ാം ഭാവത്തിലെ സ്ഥിതി കാരണമായേക്കും. ഇതാണ് 3ാം ഭാവത്തില് രാ എന്ന അക്ഷരത്തെ കണ്ടാൽ ഫലം ആയി വരുന്നത്. അടുത്തത് ലഗ്നം തൊട്ട് എണ്ണുമ്പോൾ 4ാമിടത്ത് അതായത് 4ാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ ഭൂസ്വത്തും സുഖവും ബന്ധുക്കളും ജാതകന് ഉണ്ടായിരിക്കുകയില്ല. പിതാവിനും ഗ്രഹത്തിനും ധനത്തിനും നാശം വരുത്തുന്നവനും ആയിരിക്കും. പിതൃസ്വത്തും കുടുംബസ്വത്തും നശിപ്പിക്കുന്നവനും പരസ്ത്രീകളെ പ്രാപിക്കുന്നവനും ദുഷ്ടന്മാരായ ഇടപ്രഭുക്കളെ സേവിക്കുന്നവനും 2 ഗ്രഹങ്ങൾ ഉള്ളവനും ഒരിക്കലും മനോസുഖം അനുഭവിക്കാത്തവനും ആയിരിക്കും. ജീവിതാന്ത്യത്തിൽ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യുന്നതാണ്.
ഇതാണ് 4-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ. അടുത്തതായിട്ട് ലഗ്നം തൊട്ട് എണ്ണുമ്പോൾ 5-ാം ഇടത്ത്, അതായത് 5-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ സർക്കാർ സേവനം ലഭിക്കാൻ ഇടയുള്ളവൻ, അസാധ്യമായ ബുദ്ധിവൈഭവവും ചതിക്കുന്ന സ്വഭാവം ഉള്ളവനും, സുഖവും ധനവും ബന്ധുക്കളും പുത്രന്മാരും കുറഞ്ഞിരിക്കുകയും ആയുർദോഷം ഉള്ളവനുമായിരിക്കും. അത് 5-ാം ഭാവത്തിലെ ഫലങ്ങൾ. അടുത്തത് ലഗ്നം തൊട്ടെണ്ണുമ്പോൾ 6-ാം ഇടത്ത്, അതായത് 6-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ശത്രുക്കളെ ജയിക്കുന്നവനും അഥവാ ശത്രുക്കൾ ഇല്ലാത്തവനും, ഒരിക്കലും ഒരു കടക്കാരൻ ആകാത്തവനും, പ്രഭു തുല്യനായവനും, ഗുണവാനും, വിശപ്പ് വർദ്ധിച്ചവനായും കാമിയായും സമ്പത്തും വിജയവും യശസ്സും ഉള്ളവനായിരിക്കും. അതായത് ലഗ്നം തൊട്ട് എണ്ണുമ്പോൾ 6-ാം ഇടത്ത് ആണ് സൂര്യൻ നിൽക്കുന്നത് എങ്കിൽ ആ സൂര്യൻ ജാതകന് നല്ല ഫലങ്ങളാണ് നൽകുന്നത് എന്ന് സാരം. അടുത്തത് ലഗ്നം തൊട്ട് 7-ാം ഇടത്ത്, അതായത് 7-ാം ഭാവത്തിൽ രവി നിൽക്കുമ്പോൾ രോഗം ഉള്ളവനായും രോഗിണിയായ ഭാര്യ ഉള്ളവനായും ധനം ഇല്ലാത്തവനായും സർക്കാരിന്റെ കോപത്തിന് ഇരയാകുന്നവനായും സഞ്ചാരിയും ആയിരിക്കും. ഏത് കാര്യത്തിനും അവസാനം ഒരു പ്രോത്സാഹനം ലഭിക്കാത്തവനായും കുത്സിത ശരീരം ഉള്ളവനും ആയിരിക്കും. ചില ആചാര്യന്മാർ മറ്റു ചില ഫലങ്ങളും പറയുന്നുണ്ട്. വിവാഹ സൗഖ്യവും ആത്മപുണ്യമുള്ള പത്നിയും ധനവും ഭാഗ്യവും ദേഹ സൗഖ്യവും 7-ാം ഇടത്തെ സൂര്യൻ കൊടുക്കുമെന്നും പറയുന്നു. 7-ൽ സൂര്യനുള്ളവൻ അന്യന്മാരുടെ സുഖത്തിൽ അസൂയ ഉണ്ടാകുകയും ഏത് തൊഴിൽ ചെയ്താലും അതിന് മതിയായ പ്രതിഫലം ലഭിക്കാത്തവനുമായിരിക്കും. ജീവിത പങ്കാളിയെ വെടിഞ്ഞ് വിരഹവുമായി കഴിയേണ്ടതായും വരും. അടുത്തത് ലഗ്നം തൊട്ട് 8-ാം ഇടത്ത്, അതായത് അഷ്ടമത്തിൽ 8-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ആയുസ് കുറഞ്ഞിരിക്കുകയും എപ്പോഴും തോൽവി പറ്റുന്ന ജാതകനും, ബന്ധുക്കളുടെ വിരഹമോ മരണമോ അനുഭവപ്പെടുന്നവനും, ഒന്നിലും തൃപ്തിയില്ലാതെയും പുത്രന്മാരും ധനവും നഷ്ടപ്പെടുന്നവനും, കണ്ണിന് എന്തെങ്കിലും രോഗമോ വൈകല്യമോ ഉള്ളവനും, അധികമായ ദുർച്ചിലവുകൾ ഉള്ളവനും ആയിരിക്കും. അടുത്തത് ലഗ്നം തൊട്ട് 9-ാം ഇടത്ത്, 9-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ പുത്രന്മാരും സമ്പത്തും ബന്ധുക്കളും ഉണ്ടാകും. പിതാവിനെ ദ്വേഷിക്കുന്നവനും ദൈവഭക്തനും എന്നാൽ പിതാവിൽ നിന്നും ധനഭാഗ്യാദികൾ ലഭിക്കുന്നവനും മുൻകോപിയും എപ്പോഴും ഭാഗത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവനും അതുമൂലം മനോവിഷമം അനുഭവിക്കുന്നവനും ധർമ്മം ഇല്ലാതെ ധർമ്മം ഉള്ളവനാണെന്ന് കൃത്രിമമായി ഭാവിക്കുന്നവനും ആയിരിക്കും. അടുത്തത് ലഗ്നം തൊട്ട് എണ്ണുമ്പോൾ 10-ാം ഇടത്ത്, അതായത് 10-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്ന ജാതകന്റെ എല്ലാ പ്രവൃത്തികളും വിജയിക്കുന്നവനും പിതൃസ്വത്ത് ലഭിക്കുന്നവനും കീർത്തിമാനായിരിക്കുന്നവനും അന്യന്മാരുടെ സഹായങ്ങൾ ലഭിക്കുന്നവനും വിദ്യയും യശസ്സും ബുദ്ധിയും ഉള്ളവനും ഏത് കാര്യം തുടങ്ങിയാലും അത് പൂർത്തിയാക്കുന്നവനും സർക്കാർ ജോലിയും തേജസ്സും യശസ്സും പ്രഭുത്വവും ധനവും ഉണ്ടായിരിക്കുന്നവനും ആയിരിക്കും. അതായത് ഈ പറഞ്ഞത്, അതായത് ലഗ്നം തൊട്ടെണ്ണുമ്പോൾ 10-ാം ഇടത്ത്, അതായത് 10-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ നല്ല ഫലങ്ങളാണ് ലഭിക്കുന്നത്. അടുത്തത് ലഗ്നം തൊട്ട് എണ്ണുമ്പോൾ 11-ാം ഇടത്ത്, 11-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്ന ജാതകൻ ദീർഘായുസ്സും തേജസ്സും സ്വശക്തിയും ഉണ്ടാകുകയും കർമ്മകുശലൻ ആയിരിക്കുകയും സമുദായത്തിന്റെയോ സ്ഥാപനത്തിന്റെയോ നേതാവായിരിക്കുന്നവനും വളരെ ധനവും കീർത്തിയും യശസ്സും വിദ്യയും ഉദ്യോഗവും നല്ല ഭാര്യയും സൽപുത്രന്മാരും ഉള്ളവനും ആയിരിക്കും. അധികാരമുള്ള ഉദ്യോഗസ്ഥന്മാർ മുഖാന്തരം ദ്രവ്യലാഭം സിദ്ധിക്കുന്നവനും പുത്രന്മാർക്ക് ശരീര സൗഖ്യം കുറവ് ഉള്ളവനും സഹോദരന്മാരുടെ യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കാത്തവനും സഹോദരങ്ങൾ തമ്മിൽ ഭിന്നിച്ച് ജീവിക്കുന്നവരും ആയിരിക്കും.
ഇതാണ് 11ാം ഭാവത്തിൽ വരുന്ന ഫലങ്ങൾ. അടുത്തത് 12ാം ഭാവത്തിലാണ്. 12ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ഇടത്തെ കണ്ണിന് വൈകല്യം ഉള്ളവനും പുത്രന്മാരും ധനവും ഇല്ലാതിരിക്കുകയും പിതാവിന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നവനായും അനുസരണ ഇല്ലാത്തവനായും താന്തോന്നിയുമായും വ്രതാ സഞ്ചരിക്കുന്നവനും ദുസ്വഭാവക്കാരനും ആയിരിക്കും. ഇങ്ങനെ 3, 6, 10, 11 ഭാവങ്ങളിൽ ജാതകത്തിൽ സൂര്യസ്ഥിതി ഉണ്ടാകുന്നത് ജാതകന് ശുഭ ഫലങ്ങൾ പ്രദാനം ചെയ്യും. ബാക്കി ഭാവങ്ങളിൽ എല്ലാം തന്നെ സൂര്യൻ അശുഭ ഫലങ്ങളായിരിക്കും ജാതകന് പ്രദാനം ചെയ്യുന്നത്.